ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്, ഇളനീര് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ചിക്കന് നമുക്ക് ആദ്യം റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും ഉപ്പും ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. ഇങ്ങനെ ചെയ്താൽ അതിലുണ്ടാകുന്ന ആ ഒരു സ്മെല്ലും ചിക്കൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറി നല്ല രീതിയിൽ വൃത്തിയായിട്ടും കിട്ടും. ഇങ്ങനെ ആക്കിയ ശേഷം ചിക്കനൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു 4 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവ് കൂടുതലുണ്ടെങ്കിൽ അത് കുറക്കാം. പിന്നെ അത് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ, നല്ല ഇളക്കാൻ പറ്റിയ നല്ലൊരു വലുപ്പമുള്ള നല്ല വീതിയുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മസാല ഉണ്ടാക്കാൻ പറ്റും. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ അതാ നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പിന്നെയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിതൊന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാനിതിലോട്ട് കുറച്ച് ജീരകമാണ് ചേർക്കുന്നത്. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ വലിയ ജീരകം 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മളിതാ സവാളയൊക്കെ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. നല്ലോണം ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല പൗഡറാണ് ചേർക്കുന്നത്. അത് പാക്കറ്റിൽ വാങ്ങിയത് തന്നെയാണ്. അപ്പോൾ അത് 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതില്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗരം മസാല ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗരം മസാല അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി മസാലയും ചേർക്കുന്നുണ്ട്. ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. നന്നായിട്ട് ആ ഒരു എണ്ണയിൽ നന്നായി വഴഞ്ഞ ശേഷം നമ്മളിതിലേക്ക് തക്കാളിയും കൂടി ചേർക്കുന്നത്. 3 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അധികം ഇങ്ങനെ അടച്ചു വെക്കാൻ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ അതൊന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് അടച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ മതിയാവും. തക്കാളി പെട്ടെന്ന് അത് വെന്ത് ഉടഞ്ഞ് കിട്ടും. ഇനി മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഇളനീരാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് ഞാൻ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഇളനീരാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഇളനീരാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതൊരു 1/2 കപ്പോളം ചേർക്കാം, ഫ്രഷ് ഇതുള്ളത്. ഞാനിത് ഈ പാക്കറ്റിലുള്ളതായതുകൊണ്ട് തന്നെ 1/4 കപ്പാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയൊരു മധുരവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ചേർക്കാൻ കഴിയുക, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് നന്നായി മിക്സാക്കിയ ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതൊരു ഫുൾ ചിക്കൻ ഉണ്ട്, 1.5 കിലോളം തൂക്കം വരുന്ന ഒരു ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ പീസും ചെറുതാക്കി കട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഞാൻ അതിൻ്റെ ലെഗ് പീസ് മാത്രം കുറച്ച് വലിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ പീസാക്കിയെങ്കിലാണ് നമുക്കതിൻ്റെ ഉപ്പും എരിവും എല്ലാം അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഇത് ഞാനൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് 2 പീസ് അങ്ങനെ മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഗരം മസാല ചേർത്തിട്ടില്ല. ചിക്കനെല്ലാം ചേർത്തതിന് ശേഷമാണ് ഗരം മസാല ഇടുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അത് 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചമുളകും ഇട്ടിട്ടുണ്ട്, മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും. ഇനി ഇതിലോട്ട് കുറച്ച് പുതിന ഇലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ പുതിന ഇല ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഇനി വറ്റിച്ചെടുക്കണം നമുക്ക്.
ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ആ ഒരു വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. നല്ലോണം ഡ്രൈ ആവണമെന്നില്ല, ചെറിയൊരു ഗ്രേവി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഇളനീരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇത് ലാസ്റ്റായിട്ട് കുറച്ച് തൈരും കൂടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റാനും ഉണ്ട്. അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് ചോറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുക്കുന്നത്. നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലിട്ട് കുറച്ച് ജീരകവും പെരുംജീരകവും കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ മസാല നമ്മൾ സാധാരണ റൈസ് ഉണ്ടാക്കുമ്പോൾ ഇടുന്ന എല്ലാ സാധനവും ഇടുന്നുണ്ട്. പട്ട, കറാമ്പൂ, പിന്നെ ബേ ലീഫ്, അങ്ങനെ തക്കോലം എല്ലാം ചേർത്തിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അത് ഞാൻ വറുത്തിട്ടാണ് കേട്ടോ ചോറുണ്ടാക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ നെയ്ച്ചോറിനാണെങ്കിലും ബിരിയാണിക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. അപ്പോൾ അതൊന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് സമയത്ത് ഇളക്കിയെടുക്കാൻ പാടില്ല, അപ്പോൾ അരി പൊട്ടിപ്പോവും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ആ ഒരു വെള്ളം വറ്റുന്ന വിധത്തിൽ സമയത്ത് നമ്മൾ ഇതിലോട്ട് നമ്മൾ ഇളനീരിൻ്റെ പൾപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ ഒരു ഇതിലും 1/4 കപ്പ് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളമൊന്നുമില്ല, ഞാൻ ആ ഒരു പൾപ്പ് മാത്രമായിട്ടാണ് യൂസ് ആക്കിയിട്ടുള്ളത്. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കൂടി തിളപ്പിച്ച് ആ ഒരു അരിയിൽ തന്നെ അതിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു 3 കപ്പാണ് അരിയുണ്ടത്. അതിലോട്ട് 2.25 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ഗ്രേവി വേണം കേട്ടോ, ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കാൻ പാടില്ല. കാരണം നമ്മളിത് ദമ്മിടുന്നതാണ്. ദമ്മിടുമ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ചോറിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതാ നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പുതിന ചേർക്കുന്നില്ല, കൂടുതൽ പുതിനേൻ്റെ ഫ്ലേവർ വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ഈ ഒരു മസാല അടിപൊളിയാണ് കേട്ടോ, ഉണ്ടാക്കി നോക്കേ. അപ്പോൾ നമ്മൾ ഈ ഒരു റൈസൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഇനി ചോറിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യും ഒന്ന് തടവി കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് ഒരു 15 മിനിറ്റെങ്കിലും ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ അരമണിക്കൂർ വരെ വെക്കാം കേട്ടോ, ചെറിയ ഫ്ലെയിം ആക്കിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല ആക്കി കൊടുക്കാം. ബിരിയാണി ആയ ഉടനെ വിളമ്പാതെ ഒരു 15 മിനിറ്റ് സമയം വരെ നമ്മൾ ദം ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് ഇളക്കിയെടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ വീണ്ടും ഒന്ന് അടച്ച് വെച്ചാൽ അപ്പോൾ ഒന്നുകൂടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ മസാലേൻ്റെ ഫ്ലേവറെല്ലാം നമ്മൾ റൈസിലേക്ക് വരും കേട്ടോ. കുറച്ച് ആ ഒരു ചെറിയൊരു ചൂടോട് കൂടിയിട്ടാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്, ട്രൈ ചെയ്ത് നോക്കേ. ഈ ഒരു 2 ചിക്കൻ പീസ് എങ്ങനെ ഈ കളർ വന്നതെന്നറിയോ? അത് ഞാൻ ഓവണിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ആ ഒരു മസാലയോട് കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തപ്പോൾ ഈ ഒരു കളർ കിട്ടി. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.